എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഷവർമ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഷവർമ ബ്രെഡ് ഉണ്ടാക്കണം. അതിനായിട്ട് ചെറു ചൂടുവെള്ളം 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഈസ്റ്റ് ഇപ്പം നന്നായിട്ട് പുളിച്ച് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഷവർമ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദാമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഈസ്റ്റ് ചേർത്ത വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് അപ്പം തന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്നിച്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം മൈദ ഇങ്ങനെ വിതറിയിടാം. ആ പൊടിയുടെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഡോ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാം. ആദ്യം ചെയ്യുമ്പോൾ കയ്യിൽ നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എടുക്കുമ്പോൾ ആ ഒട്ടിപ്പിടിക്കില്ല, അങ്ങ് കുറഞ്ഞോളും. ഏകദേശം ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ നന്നായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയെടുക്കാം. അത് പുളിച്ചു പൊങ്ങുമ്പോൾ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അല്പം ഓയിൽ ആ ഡോയുടെ മുകളിലും കുറച്ച് തേക്കാം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിപ്പോവും. ഇനി ഒരു കിച്ചൺ ടവൽ വെച്ച് കവർ ചെയ്തിട്ട് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. 250 ഗ്രാം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഷവർമയ്ക്ക് വേണ്ട മയോണൈസ് ഉണ്ടാക്കാം. ഞാനിവിടെ എഗ്ലെസ് മയോണൈസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഫുൾ ക്രീം മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ്. സെയിം റേഷ്യോയിൽ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. മിക്സിയിലുള്ള കണ്ടൻ്റൊക്കെ ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട് 2 വട്ടം വിപ്പ് ചെയ്തെടുക്കണം, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച്. അതിനുശേഷം 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്നു നോക്കാം. മയണൈസ് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ചിക്കൻ വറുത്തെടുക്കാം.
ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ്റെ ഓരോരോ പീസസ് ആയിട്ട് ഇട്ട് വറുത്തെടുക്കണം. ചിക്കൻ ഇപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ ചോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. ഈ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതധികം കുഴയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഈ മാവ് എടുത്ത് നന്നായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നീളത്തിൽ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് മുറിച്ചെടുക്കാനുള്ളതാണ്. ഞാനിതിവിടെ 6 പീസായിട്ടാണ് മുറിക്കുന്നത്. ആദ്യത്തെ അവസാനത്തെ പീസ് ചെറുതായതുകൊണ്ട് അത് രണ്ടും കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ ഓരോ പീസും ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് റൗണ്ടാക്കി വെക്കണം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ അല്പം മാവ് വിതറാം. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെയല്ല, അതിലും കുറച്ചുകൂടെ കട്ടിയിൽ വേണം പരത്താനായിട്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ദേ ഈ കട്ടിയിൽ വേണം പരത്താനായിട്ട്. ഇങ്ങനെ 6 എണ്ണവും പരത്തിയെടുക്കാം. ഇപ്പോൾ 6 എണ്ണവും നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കിച്ചൺ ടവൽ വെച്ച് മൂടിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതെടുത്ത് ചുട്ടെടുക്കാം. ചുടാൻ പോകുന്നതിന് മുൻപ് പാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നല്ല ചൂടുള്ള പാനിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ബബിൾസ് വരുന്ന കണ്ടില്ലേ? അപ്പോൾ തന്നെ ഇതിട്ട് മറിച്ചിട്ട് കൊടുക്കണം. ഈ സൈഡിലും ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ അത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്നുകിൽ അത് തന്നെ പൊങ്ങി വരും, അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് പൊങ്ങിയൊരു ബോൾ മാതിരി കിട്ടും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അപ്പം തന്നെ ഒരു കിച്ചൺ ടവൽ വെച്ച് മൂടി വയ്ക്കണം. ഈ രണ്ടാമത്തെ ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല സൂപ്പറായിട്ട് തനിയെ തന്നെ പൊങ്ങി വരുന്നുണ്ട്. കറക്റ്റ് മെഷർമെൻറ്റിൽ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഈ ഷവർമയുടെ ഫില്ലിങ്ങിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ക്യാരറ്റും സവാളയും അതുപോലെ തന്നെ ക്യാബേജും ആണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ക്യാപ്സിക്കവും കുക്കുംബറും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മയോണൈസ് ആണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷവർമ സെറ്റ് ചെയ്തെടുക്കാം. ഇത് നേരത്തെ ഉണ്ടാക്കിയ ഷവർമ ബ്രെഡാണ്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. ഷവർമ സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആ ഷവർമ ബ്രെഡ് ഒരു പാർച്ച്മെൻറ്റ് പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നിറയെ മയോണൈസ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെയും വെജിറ്റബിളിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് റാപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന ബാക്കി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മതിയാവും. ഇതുപോലെ ആ 6 എണ്ണം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയായ ചിക്കൻ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.